ലോകമെമ്പാടുമുള്ള 1.5 ബില്യൺ കാത്തലിക്കരുടെ മതനേതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. അദ്ദേഹത്തിന് 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ വിവിധ അസുഖങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചതിനാൽ 1 മാസത്തിലേറെയായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടെ കാത്തലിക്കർക്കുള്ള ഏറ്റവും ഉയർന്ന പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. വത്തിക്കാനിലെ ഒരു നീണ്ട പ്രക്രിയയിലൂടെ ആ സ്ഥാനം നികത്തേണ്ടതുണ്ട്. ഒരു പോപ്പിന്റെ മരണശേഷം വത്തിക്കാൻ ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു. പോപ്പിന്റെ മരണത്തിനും പുതിയ നേതാവിന്റെ തിരഞ്ഞെടുപ്പിനും ഇടയിലുള്ള സമയമാണിത്. വത്തിക്കാന്റെ സ്വത്തിന്റെയും വരുമാനത്തിന്റെയും ഭരണാധികാരിയായ കാമറലാങ്കോ എന്നറിയപ്പെടുന്ന ആൾ ആദ്യം മരണത്തെ സ്ഥിരീകരിക്കുന്നു. പോപ്പിന്റെ ബാപ്റ്റിസം പേര് 3 തവണ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രതികരണമില്ലെങ്കിൽ പോപ്പ് മരിച്ചുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. 1963 വരെ മരണശേഷം ഒരു ചെറിയ വെള്ളി ചുറ്റിക ഉപയോഗിച്ച് പോപ്പിന്റെ നെറ്റിയിൽ തട്ടുന്ന രീതി ഉണ്ടായിരുന്നു. തുടർന്ന് വത്തിക്കാൻ തങ്ങളുടെ ഔദ്യോഗിക ചാനലുകളിലൂടെ പോപ്പ് മരിച്ചുവെന്ന് ലോകത്തെ അറിയിക്കുന്നു. പിന്നീട് കാമറലാങ്കോ പേപ്പൽ അപ്പാർട്ട്മെന്റിൽ പൂട്ടിയിടുന്നു. മുമ്പ് കൊള്ളയടിക്കുന്നത് തടയുന്നതിനാണ് ഇത് ചെയ്തിരുന്നത്. തുടർന്ന് കാമറലാങ്കോ പോപ്പിന്റെ മോതിരവും പോപ്പിന്റെ മുദ്രയും നശിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാനത്തെ പ്രതീകപ്പെടുത്തുന്നു. മാർപ്പാപ്പയുടെ മരണശേഷം 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തണമെന്ന് മാർപ്പാപ്പയുടെ സ്ഥാനമാറ്റത്തെ നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിറ്റി ഡൊമിനിസി ഗഗ്രിസ് ഭരണഘടന പറയുന്നു. തുടർന്ന് 9 ദിവസത്തെ ദുഃഖാചരണം. പോപ്പിന്റെ മരണത്തിന് ഏകദേശം 15-20 ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള പാപ്പൽ കോൺക്ലേവ് ആരംഭിക്കുന്നത്. 80 വയസ്സിന് താഴെയുള്ള കാർദിനാൽമാർ ഈ രഹസ്യ പ്രക്രിയയ്ക്കായി വത്തിക്കാനിൽ ഒത്തുകൂടുന്നു. അവരെ സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ പൂട്ടിയിട്ട് പുറം ലോകത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. ഈ കാലയളവിൽ അവർക്ക് മാധ്യമങ്ങളുമായോ ഫോണുകളുമായോ യാതൊരു ബന്ധവും ഉണ്ടാകില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ അവർ ഒന്നിലധികം റൗണ്ടുകളിലായി വോട്ട് ചെയ്യുന്നു. ഓരോ വോട്ടിന് ശേഷവും ബാലറ്റുകൾ കത്തിക്കുന്നു. കത്തിച്ചതിനു ശേഷം കറുത്ത പുക ചാപ്പലിനുള്ളിൽ വരികയാണെങ്കിൽ ഒരു തീരുമാനവും ആയിട്ടില്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം വെളുത്ത പുക ഒരു പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തുവെന്ന് സൂചിപ്പിക്കുന്നു. പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തതിനു ശേഷം അദ്ദേഹം തന്റെ പദവി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഔദ്യോഗികമായി ചോദിക്കും. അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ മുൻകാല പോപ്പുമാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു മാർപ്പാപ്പ നാമം തെരഞ്ഞെടുക്കണം. തുടർന്ന് സീനിയർ കാർദിനാൾ ഡീക്കൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിൽ ഹാബമസ് പാപ്പം, നമുക്കൊരു പോപ്പുണ്ട് എന്നർത്ഥം വരുന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു. നിമിഷങ്ങൾക്ക് ശേഷം പുതിയ പോപ്പ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തന്റെ അനുയായികളെ അഭിവാദ്യം ചെയ്യുകയും പോപ്പെന്ന നിലയിൽ തന്റെ ആദ്യ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നു.